പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് അതായത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചാലുമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്ത വിനായകനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചിരിക്കുന്നു. അതായത് പോലീസ് ചുമത്തിയിരിക്കുന്നത് മദ്യപിച്ചുകൊണ്ട് പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയെന്നുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അതിനുശേഷം 2 ആൾ ജാമ്യത്തിനാണ് ഇപ്പോൾ വിട്ടയക്കുന്നത്. കുറേ സമയം ഏകദേശം 2-3 മണിക്കൂറോളം അഞ്ചാലുമൂട് സ്റ്റേഷനിൽ ആകെ ബഹളം വയ്ക്കുകയും മറ്റു കാര്യങ്ങളൊക്കെയും ചെയ്യുകയായിരുന്നു. ഈ കേസിന് അടിസ്ഥാനമായ കാര്യത്തെക്കുറിച്ച് പോലീസ് പറയുന്ന ഇതാണ്. അതായത് ഒരു ഷൂട്ടിങ്ങിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാസം 2-ാം തീയതി മുതൽ വിനായകനും സംഘവും കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു. മറ്റു പല പ്രമുഖ നടന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മദ്യപിച്ചുകൊണ്ട് ആ ലോബിയിലെത്തുകയും അവിടെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നെങ്കിലും അത് ഒരു തരത്തിലൊക്കെ ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു വിടുകയായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് തൊട്ട് മുന്നേ ആ ഹോട്ടലിലേക്ക് എത്തുകയും ആ റിസപ്ഷനിലും മറ്റുമൊക്കെ മദ്യപിച്ച് മറ്റ് താമസക്കാരൊക്കെ വരുന്ന സമയത്ത് അവിടെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അതിനെ തുടർന്നായിരുന്നു അഞ്ചാലുമൂട് പോലീസിൽ വിവരമറിയിക്കുകയും അഞ്ചാലുമൂട് പോലീസ് അവിടെ എത്തുകയും വിനായകനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. വൈദ്യപരിശോധനയിൽ മദ്യത്തിൻ്റെ അംശം ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുകയും ചെയ്യും. തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷമാണ് ഈ മദ്യപിച്ചുകൊണ്ട് പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയെന്നുള്ള വകുപ്പ് ചുമത്തിക്കൊണ്ട് കേസ് ചാർജ് ചെയ്ത് 2 ആൾ ജാമ്യത്തിന് വിട്ടിരിക്കുന്നത്. വിനായകൻ പറയുന്ന ആരോപണം എന്ന് പറയുന്നത് തന്നെയാണ് ഹോട്ടലിലുള്ളവർ മർദ്ദിച്ചത് എന്നുള്ളൊരു ആരോപണമാണ് വിനായകൻ പറയുകയും ഒപ്പം തന്നെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു പരാതി വിനായകൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് എന്തായാലും ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ ഒരു പ്രശ്നം അല്പസമയം, അതായത് 5 മണി വരെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയായിരുന്നു. സ്റ്റേഷനിലെത്തിയതിനു ശേഷം പോലീസുകാരോടൊക്കെ തട്ടിക്കയറുകയും വലിയ രീതിയിലുള്ള ബഹളവും ആക്രോശവും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തു. സ്റ്റേഷൻ്റെ പ്രധാന കവാടം അടച്ചിടേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായി. വലിയ രീതിയിലുള്ള ആളും ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആൾ ജാമ്യത്തിൽ വിട്ട വിനായകൻ തിരികെ എറണാകുളത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ മറ്റ് ഷൂട്ടിങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് വിനായകൻ്റെ ഒപ്പമുള്ളവർ പറയുകയും ചെയ്തത്.